ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സാലം ലേണിംഗ്. നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങനെ അടുത്തെത്തി. അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ എല്ലാ പാഠഭാഗങ്ങളും നമ്മളൊന്ന് ഓൾ സെറ്റ് ആക്കി വെക്കുകയാണ്. ഓരോ പാഠഭാഗത്തിലെയും ആരെ പറ്റിയാണ് പരാമർശിക്കുന്നത്, അവരെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാനൊക്കെ നമുക്ക് എന്ത് വേണം, നമുക്ക് എല്ലാ പോയിന്റുകളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മരണമില്ലാത്ത മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പാഠഭാഗത്തിൽ പരാമർശിച്ചിട്ടുള്ള ആളെ പറ്റി ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ് കേട്ടോ. നമുക്കറിയാം ആ പാഠഭാഗത്തിൽ ആരെ പറ്റിയാ പരാമർശിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം ആരാണ് എഴുതിയത്? യെസ്, നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ച് നമ്മുടെ അക്കിത്തം എഴുതിയ കവിതയാണ് ഈ മരണമില്ലാത്ത മനുഷ്യൻ എന്നുള്ളത്. അപ്പൊ ആരെ പറ്റിയായിരിക്കും നമ്മുടെ കുറിപ്പ് തയ്യാറാക്കുന്നത്? വേറെ ആരുമല്ല, നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം നമുക്ക് നോക്കാം. വിലയിരുത്തൽ കുറിപ്പ് എന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമ്മുടെ ചോദ്യം എങ്ങനെയാണ്? ധീരപ്രജ്ഞൻ എന്ന വിശേഷണം അബ്ദുറഹ്മാൻ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം അനുയോജ്യമാണ്? അതാണ് നമ്മുടെ ചോദ്യം. അദ്ദേഹത്തിനെ നമ്മൾ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ധീരപ്രജ്ഞൻ എന്നുള്ളത്. അത് മാത്രമേ ഉള്ളൂ, വേറെയും വാക്കുകൾ വിശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, നോക്കിക്കോളൂ. ധീരനും ദേശസ്നേഹിയുമായിരുന്ന നേതാവായിരുന്നു നമ്മുടെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകതയായിരുന്നു അദ്ദേഹം വളരെ ധീരനായിരുന്നു, അതുപോലെ തന്നെ ദേശസ്നേഹിയുമായിരുന്നു. ജാതിമത ഭേദങ്ങൾക്കപ്പുറം നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരനാണ് എന്ന ചിന്തയാണ് അദ്ദേഹത്തെ നയിച്ചത്. ജാതിയോ മതമോ ഒന്നുമല്ല, നമ്മൾ എല്ലാവരും ഇന്ത്യക്കാരനാണ്, ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹം മുന്നോട്ടേക്ക് പോയത്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി അക്ഷീണം പോരാടിയ ഒരു മഹാൻ കൂടിയായിരുന്നു ഇദ്ദേഹം. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ കടുത്ത മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടും ദേശസ്നേഹം കൈവെടിയാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിട്ടില്ല. ധീരപ്രജ്ഞൻ എന്നല്ലാതെ ഇത്രയും വിശേഷണങ്ങളുള്ള അദ്ദേഹത്തെ നമുക്ക് വേറെ എന്താണ് വിശേഷിപ്പിക്കാൻ പറ്റുകയെന്നാണ് നമ്മളോട് പറയുന്നത് കേട്ടോ. ആ ഒരു കവിതയിൽ നമ്മളോട് പറയുന്നത് അദ്ദേഹം ഇങ്ങനെയായിരുന്നു, നമ്മുടെ ധീരനായിരുന്നു, അതുപോലെ തന്നെ ദേശസ്നേഹിയായിരുന്നു, എല്ലാവരും ഇന്ത്യക്കാരനാണ് എന്ന് കരുതിയിരുന്നവനായിരുന്നു, ബ്രിട്ടീഷുകാർക്കെതിരെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി നല്ലോണം പോരാടിയ ഒരു മഹാനായിരുന്നു. അത് മാത്രമല്ല, എത്രയൊക്കെ കഷ്ടപ്പാടുണ്ടായിട്ടും നമ്മുടെ ദേശസ്നേഹം അദ്ദേഹം ഒരിക്കലും കൈവിടിഞ്ഞില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളുള്ള നമ്മളുടെ ആ ഒരു അബ്ദുറഹ്മാൻ സാഹിബിനെ നമ്മൾ പിന്നെ വേറെ എന്ത് പറഞ്ഞിട്ടാണ് വിശേഷിപ്പിക്കുക അല്ലെ? ഇനി മതസൗഹാർദ്ദത്തിന് വേണ്ടിയും സാമ്രാജ്യത്തിനെതിരായും നിലകൊണ്ട അബ്ദുറഹ്മാൻ സാഹിബിനെ ധീരപ്രജ്ഞൻ, അതുകൂടാതെ മക്കൾ ശ്രദ്ധിച്ചോ, വീരൻ എന്നീ വാക്കുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ വിശേഷണങ്ങളും നമ്മൾ അബ്ദുറഹ്മാൻ സാഹിബിന് കൊടുക്കുന്നുണ്ട്. ഇനി ധൈര്യം, ആർജവം, നേതൃത്വ ഗുണം, ആത്മാർത്ഥത എന്നീ സ്വഭാവ സവിശേഷതകൾ ഉൾക്കൊള്ള നേതാവാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ്. അപ്പൊ അദ്ദേഹത്തിന്റെ സ്വഭാവ സവിശേഷതകൾ ഇവിടെ പരാമർശിക്കുന്നുണ്ട്. എന്താണ്? ഒന്ന് ധൈര്യം, ആർജവം, നേതൃത്വ ഗുണം, പിന്നെ ആത്മാർത്ഥതയും. ഓക്കെ, ഇനി ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ സമര പോരാട്ടങ്ങൾ നടത്തി അദ്ദേഹം തികച്ചും ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു. അപ്പം ദേശസ്നേഹി മാത്രമല്ല, അദ്ദേഹം ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു എന്ന് നമുക്ക് ഇവിടുന്ന് എഴുതാൻ പറ്റൂ കേട്ടോ. ബ്രിട്ടീഷുകാർക്കെതിരെ ധീരമായ പോരാട്ടം നടത്തി അദ്ദേഹം തികച്ചും ഒരു മനുഷ്യസ്നേഹിയായിരുന്നു. അതായിരുന്നു നമ്മളിപ്പോ പറഞ്ഞത്. അതുകൂടാതെ ദൈവിക വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാനും പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളെ സ്നേഹിക്കാനും ജാതിമത വ്യത്യാസമില്ലാതെ മനുഷ്യൻ തമ്മിലുള്ള ഐക്യം നിലനിർത്താനും അദ്ദേഹം പ്രവർത്തിച്ചു പോന്നു. എന്തിനൊക്കെയാണ്? ദൈവിക വചനങ്ങൾ ഫോളോ ചെയ്യാനും, എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും, പ്രപഞ്ചത്തിലെ മുഴുവൻ ജീവജാലങ്ങളെയും സ്നേഹിക്കാനും, എല്ലാവരെയും ഇന്ത്യക്കാരായി കണക്കാക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ബുദ്ധിയും വിവേകവും ഉള്ള നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു അദ്ദേഹം കേട്ടോ. അപ്പൊ ഒരു നല്ലൊരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയായിരുന്നു എന്നും കൂടി നമുക്ക് എന്താണ് നമ്മുടെ കുറിപ്പിലേക്ക് എഴുതാൻ പറ്റും. അപ്പൊ എല്ലാ കൂട്ടുകാർക്കും അബ്ദുറഹ്മാൻ സാഹിബിനെ പറ്റി ഒരു കുറിപ്പ് തയ്യാറാക്കാനോ, അല്ലെങ്കിൽ ഒരു ജീവചരിത്ര കുറിപ്പോ, അല്ലെങ്കിൽ വിശകലന കുറിപ്പോ എന്ത് തയ്യാറാക്കാനാണെങ്കിലും കൂട്ടുകാർക്ക് ഇവിടെയുള്ള പോയിന്റുകളൊക്കെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ ഒരു ക്ലാസ് കൂട്ടുകാർക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്ക് ഇനിയും കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവരും സെറ്റ് ആയിട്ട് ഹാപ്പി ആയിട്ട് എക്സാം എഴുതും കേട്ടോ. ടാറ്റാ.